നമസ്കാരം. പ്രശാന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. തെരുവ് നായ്ക്കളോടാണോ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന മനുഷ്യരോടാണോ കൂടുതൽ സഹാനുഭൂതി എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന മനുഷ്യനോടാണ് എന്നതാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. തെരുവ് നായ്ക്കളോട് സഹാനുഭൂതി തോന്നാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം തെരുവ് നായ്ക്കളെ തെരുവിലേക്ക് പറഞ്ഞു വിടുന്നത് മനുഷ്യരാണ്. അപ്പോൾ സഹാനുഭൂതി അവയോട് ഉണ്ടായിരിക്കണം. പക്ഷേ അവ അക്രമാസക്തമാവുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിലുടനീളം വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി കാലാകാലങ്ങളിലായി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ 3 വിധികളാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ. ആഗസ്റ്റ് 11 ഒരു വിധി, ആഗസ്റ്റ് 22 ഒരു വിധി, നവംബർ 7 മറ്റൊരു വിധി. നവംബർ 7 വിധി വളരെ ശക്തമാണ്. ആ വിധിയിൽ എല്ലാ സംസ്ഥാനങ്ങളോടും എല്ലാ യൂണിയൻ ടെറിട്ടറികളോടും വ്യക്തമായ നിർദ്ദേശമാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ജനുവരി 13 തോന്നുന്നു വീണ്ടും സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് വീണ്ടും എടുക്കാൻ പോകുന്നത്. ശക്തമായ നിർദ്ദേശം എന്തെന്നാൽ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് സ്കൂൾ, കോളേജ്, സ്പോർട്സ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ സ്ട്രേ ഡോഗ്സിനെ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ കൊണ്ടുവിടരുത് എന്നുള്ളതാണ്. പകരം അവയ്ക്ക് ഷെൽട്ടറുകൾ, അഭയകേന്ദ്രങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഈ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മൊത്തം സ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന, എവിടെ നിന്നും പിടിക്കുന്ന സ്ട്രേ ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ തിരിച്ച് ഷെൽട്ടറിലേക്ക്, എല്ലാ തെരുവ് നായ്ക്കളെയും ഷെൽട്ടറിലേക്ക് അയക്കണം എന്നുള്ള അർത്ഥത്തിലുള്ള കോടതി വിധി വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ അതിനെപ്പറ്റിയുള്ള ധാരണ. എന്തായാലും ശരി, അതിൽ അനിമൽ ലവേഴ്സിനുള്ള ഒരു വലിയ ആശങ്ക എന്തെന്നാൽ അങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ, അതായത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, സ്കൂള്, കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തിരിച്ച് തെരുവ് നായ്ക്കളെ വിടാതെ പകരം അവയ്ക്ക് ഷെൽട്ടർ ഒരുക്കി കൊടുക്കണമെന്ന ഒരു വിധി വരുമ്പോൾ ആ വിധി ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അതേ രീതിയിൽ പ്രവർത്തിക്കില്ലേ? അവയെ തിരിച്ചു കൊണ്ടുവിടാതെ ഷെൽട്ടറുകളിലാക്കില്ലേ എന്നുള്ളതാണ്. അതൊരു വളരെ ന്യായമായ സംശയമാണ്. പക്ഷേ ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെന്റ് കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 35 ലക്ഷം ആൾക്കാർക്കോ മറ്റുമാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുള്ളത്. അതിൽ 54 പേര് മരിച്ചത് സംശയാസ്പദമാണ്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റാണ് മരിച്ചതെന്നാണ് സംശയം. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അഭിപ്രായപ്പെട്ടത് ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. ഇത്രയും തെരുവ് നായ്ക്കൾക്കൊന്നും ഷെൽട്ടർ എടുക്കാൻ നമുക്ക് സാധ്യമല്ല. അദ്ദേഹം വിധി വായിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷം ആണെന്ന് തോന്നുന്നു. കണക്കനുസരിച്ച് കേരളത്തിൽ 2,80,000 തെരുവ് നായ്ക്കളുണ്ട്. 2,80,000 തെരുവ് നായ്ക്കളുണ്ട്.